ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷൻസ് ആണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കാണുന്നത്. സോ ഒരു വേവ് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അല്ലേ. വി ക്യാൻ ഡിഫൈൻ എ വേവ് ആസ് എ ഫിസിക്കൽ ഫിനോമിന ഇൻ വിച്ച് സം മോഡിഫിക്കേഷൻ ഓഫ് എ മീഡിയം ഒക്കേഴ്സ് അറ്റ് വൺ പ്ലേസ് അറ്റ് എ ഗിവൺ ടൈം ആൻഡ് ആൻ ഐഡൻറ്റിക്കൽ മോഡിഫിക്കേഷൻ ഒക്കേഴ്സ് അറ്റ് അനദർ പ്ലേസ് at a latest time such a way that the time delay is proportional to the space separation between the two places. സപ്പോസ് നമ്മളിപ്പോൾ ഒരു സൈൻ വേവ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. സോ ഈ ഒരു സൈൻ വേവ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറ്റ് ടൈം പീരീഡ് T1 നമുക്ക് ഈ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. ആഫ്റ്റർ സം ടൈം പീരീഡ് നമ്മൾ T2 എന്ന് പറയുന്ന ടൈം പീരീഡ് വാല്യൂ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് ഇവിടേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു സൈൻ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ വേവ് എന്ന് വിളിക്കാം. സോ ഇതുപോലെ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നതും അതുപോലെ തന്നെ അതിനൊരു ഫംഗ്ഷനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് വേവ് എന്ന് പറയാം. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എക്സ്പ്രഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് രണ്ട് മാക്സ്വെൽസ് ഇക്വേഷൻസ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്, ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഡെൽ ക്രോസ് ഇ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി എന്ന് പറയുന്ന നെക്സ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. സോ ഈ രണ്ട് മാക്സ്വെൽസ് ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ജെയുടെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. വാട്ട് ഈസ് ജെ? ജെ ഈസ് ഈക്വൽ ടു സിഗ്മ ഇ. സിഗ്മ എന്ന് പറയുന്നതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി ആൻഡ് ഇ ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ ഈ ജെയുടെ എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? സിഗ്മ ഇ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന് മാറും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. ആൻഡ് സിമിലർലി നമുക്കറിയാം ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച് അല്ലേ. സോ ഇതിൽ എച്ച് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ് ആൻഡ് ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി ആണ്. സോ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതാം? ഈ ബിക്ക് പകരം വി ക്യാൻ ഇക്വേറ്റ് ലൈക്ക് ദിസ്, മൈനസ് മ്യൂ ഡോ എച്ച് ബൈ ഡോ ടി എന്ന് എഴുതാം അല്ലേ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 4. ഇനി നാം ചെയ്യാൻ പോകുന്നത് ഐ എം ടേക്കിംഗ് കേൾ ഓഫ് 4 ആണ്. സോ ഈ ഒരു എക്സ്പ്രഷനെ ഞാൻ കേൾ ഓപ്പറേഷൻ ചെയ്യാണ്. കേൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡെൽ ക്രോസ് എന്നുള്ള ഓപ്പറേഷൻ ആണ്. സോ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു ഇതിൽ മൈനസ് മ്യൂ ഡോ ബൈ ഡോ ടി ഓഫ് എച്ചിൻ്റെ അവിടെയും നമ്മൾ കേൾ വേണം. സോ ഡെൽ ക്രോസ് എച്ച് എന്ന് നമുക്ക് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് കൺസിഡർ ചെയ്യാം. നൗ വാട്ട് ഐ എം ഡൂയിങ് ഈസ്, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ദിസ് ഇസ് ഡെൽ ക്രോസ് എച്ച്. ഇവിടെ നമുക്ക് തേർഡ് ഇക്വേഷനിൽ ഡെൽ ക്രോസ് എച്ചിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഹിയർ അല്ലേ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 3 in 5 നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെ കിട്ടും? ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഡോ ബൈ ഡോ ടി ഓഫ്, ഇതിന് പകരം നമ്മൾ ഈ എക്സ്പ്രഷൻ എഴുതുന്നത് സിഗ്മ ഇ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി നമ്മൾ നോക്കിയാൽ കാണാം ഈ ഒരു എക്സ്പ്രഷൻ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് ദർ ഇസ് എ പ്രോപ്പർട്ടി ഓഫ് കേൾ, ദാറ്റ് ഇസ് ഡെൽ ക്രോസ് എ ഈസ് ഈക്വൽ ടു ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് എ മൈനസ് ഡെൽ സ്ക്വയർ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ ഈ പ്രോപ്പർട്ടി നമ്മൾ കേളിൻ്റെ പ്രോപ്പർട്ടി പഠിച്ച സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഈ എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എൽ എച്ച് എസിൽ അപ്ലൈ ചെയ്യുകയാണ്. സോ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്ന് നമുക്ക് മാറും, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഡോ ബൈ ഡോ ടി ഓഫ് സിഗ്മ ഇ. ഇവിടെ ഡിക്ക് പകരം ഐ എം എക്സ്പ്രസിങ് എപ്സിലോൺ ഇ. ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോ ആ എക്സ്പ്രഷൻ നമ്മളിവിടെ കൊണ്ടുവരികയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ കൺസിഡറിങ് എ ചാർജ് ഫ്രീ മീഡിയം. സോ ചാർജ് ഫ്രീ മീഡിയം ആണെങ്കിൽ അതിൽ ഡെൽ ഡോട്ട് ഇ എന്ന് പറയുന്ന വാല്യൂ 0 ആയിരിക്കും. സോ ഈ ഒരു കണ്ടീഷൻ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ടേം എന്ന് പറയുന്നത് 0 ആയി പോകും അല്ലേ. സോ ഇത് 0 ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? മൈനസ് ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ദിസ്, ഈ ഇക്വേഷനായിട്ട് നമുക്ക് മാറും. സോ ഇതിൽ നമുക്ക് ഈ മൈനസും ക്യാൻസൽ ചെയ്തിട്ട് ഇത് അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡോ സ്ക്വയർ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ മ്യൂ ഡോ ഇ ബൈ ഡോ ടി പ്ലസ് മ്യൂ എപ്സിലോൺ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഫോർ ഇലക്ട്രിക് ഫീൽഡ്.
സോ ഇവിടെ നമ്മൾ ഫോർത്ത് ഇക്വേഷൻ്റെ കേൾ ചെയ്യുന്നതിന് പകരം തേർഡ് ഇക്വേഷൻ്റെ കേൾ ചെയ്തിരുന്നെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് ആൻ എക്സ്പ്രഷൻ ഫോർ എച്ച്. സോ ഈ സിമിലർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് നമുക്ക് ഇതുപോലെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഈ സെയിം എക്സ്പ്രഷൻ തന്നെയാണ് ഇവിടെ ഈ വരുന്നതിൻ്റെതൊക്കെ നമുക്ക് എച്ച് വരും. സോ ഇത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വേവ് ഇക്വേഷൻ ആണെങ്കിൽ ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേവ് ഇക്വേഷൻ ആണ്. സോ ഈ വേവ് ഇക്വേഷനിൽ ഇഫ് യു ആർ കൺസിഡറിങ് ഫോർ ഫ്രീ സ്പേസ് ആണെങ്കിൽ നമുക്കവിടെ സിഗ്മ, സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഈ ഇക്വേഷനകത്ത് 0 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ വരുന്നത് ഈ ടേമിലാണ്. സോ ഇഫ് യു അപ്ലൈ സിഗ്മ ഇസ് ഈക്വൽ ടു 0 ഇൻ ദീസ് ടു ഇക്വേഷൻ, നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ മാറും? del square E is equal to mu epsilon dou square E by dou t. And similarly for magnetic field, del square H is equal to mu epsilon dou square H by dou t square എന്ന് കിട്ടും. സോ ഈ രണ്ട് ഇക്വേഷനെ നമുക്ക് ജനറൽ വേവ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എക്സ്പ്രഷനാണിത്. സോ ഈ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഡിഫറൻസിയേഷൻ ഫോമിലാണ്. സോ ഈ ഡിഫറൻസിയേഷൻ ഫോമിൽ പകരം നമുക്ക് വേവ് ഫോമിനെ ഫേസർ ഫോമിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഫേസർ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ഫ്രീക്വൻസി ടേമിലാണ്, ഒമേഗയുടെ ടേമിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക ഇൻസ്റ്റെഡ് ഓഫ് ഡിഫറൻസിയേഷൻ. സോ ഫേസർ ഫോമിൽ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാവുന്നതാണ്. വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിൽ മൈനസും ക്യാൻസൽ ചെയ്തു പോകും. സോ പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ വൺ ടൈം ഡിഫറൻസിയേഷൻ ആണ് വരുന്നത്. സോ വൺ ടൈം ഡിഫറൻസിയേഷൻ വരുമ്പോൾ നമ്മളവിടെ ജെ ഒമേഗ എന്ന് കൊടുക്കുന്നു. ദെൻ മ്യൂ ഇൻറ്റു ഇതിന്ന് ഈ നമ്മൾ കോമൺ ആയതുകൊണ്ട് പുറത്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്നത് നമുക്ക് സിഗ്മയാണ്. സോ സിഗ്മ പ്ലസ് ഇവിടെ നമുക്ക് വൺ ടൈം ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് അഗെയിൻ ജെ ഒമേഗ ദെൻ എപ്സിലോൺ. സോ ഇൻറ്റു ഇ എസ്. സോ ഇതാണ് വേവ് ഇക്വേഷൻ്റെ ഫേസർ ഫോം എന്ന് പറയുന്നത് ഫോർ ഇലക്ട്രിക് ഫീൽഡ്. ഇതിൻ്റെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് ദിസ് വൺ. ഇതിൽ ഈ വരുന്നിടത്തൊക്കെ നമുക്ക് എച്ച് വരുന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് എ വേവ് ഇക്വേഷൻ ഇൻ ഫേസർ ഫോം. സോ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ അടുത്ത മൊഡ്യൂളിൽ ഫുള്ള് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യും. സോ ഈ വേവ് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില കണ്ടീഷൻസും കൺസ്ട്രെയിൻസും ഒക്കെ കൺസിഡർ ചെയ്യും ഫോർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. ചില കൺസ്ട്രെയിൻസുകൾ, ചില കണ്ടീഷൻസ് ഒക്കെ നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഈ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. സോ ഈ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് വി ഗോ ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ച് ഇൻ എ ലോസ്ലെസ് മീഡിയം. നമ്മളൊരു ലോസ്ലെസ് മീഡിയത്തിലുള്ള വേവ് ആയിട്ടാണ് എപ്പോഴും കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിവിടെ ഇ എം വേവിനെ ഒരു വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, വിച്ച് ഹാവ് എ സിംഗിൾ കോമ്പണൻറ്റ്. ഒന്നുകിൽ ഇഒ അല്ലെങ്കിൽ എച്ച്ഒ ആയിരിക്കും അതിനുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ദർ ആർ സം കണ്ടീഷൻസ്. അതിലെ ഫസ്റ്റ് കൺസിഡറേഷൻ ആണ് ദറ്റ് ഇസ് ബോത്ത് ഫീൽഡ്സ് ആർ ഇൻ ഹാർമോണിക്. അതിനൊരു പാറ്റേൺ ഉണ്ടാവും. നമുക്കവിടെ നോയിസോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിലിപ്പോൾ കൺസിഡർ ചെയ്യില്ല. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്റ്റഡ് ഇൻ എക്സ് ഡയറക്ഷൻ ബട്ട് ഇറ്റ് ചേഞ്ച് അലോങ് ദ സെഡ് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്ന ഒരു ഇ എം വേവ് എടുക്കുകയാണ്. അതിൽ ദിസ് ഇസ് എക്സ് ഡയറക്ഷൻ, ദിസ് ഇസ് സെഡ് ഡയറക്ഷൻ, ദിസ് ഇസ് വൈ ഡയറക്ഷൻ. അതിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വൈ ആക്സിസിലുമാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻസ് ആർ ഇൻ എക്സ് ഡയറക്ഷൻ. പക്ഷെ അതേ സമയത്ത് ഈ വേവ് ട്രാവൽ ചെയ്യുന്നത് ഇൻ സെഡ് ഡയറക്ഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് വേവ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ വൈ ഡയറക്ഷൻ. സോ മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണൻസ് ആർ ഇൻ വൈ ഡയറക്ഷൻ ആൻഡ് ഇറ്റ് ട്രാവൽസ് എലോങ് സെഡ് ഡയറക്ഷൻ. സോ ഈ ഒരു കൺസിഡറേഷനാണ് നമ്മളവിടെ എടുക്കുന്നത്. നമ്മളുടെ ട്രാവലിങ്ങിൻ്റെ ഡയറക്ഷനും അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻറ്റിൻ്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കുന്നതാണ് അവിടെ പറയുന്നത്. ആൻഡ് ദ തേർഡ് കണ്ടീഷൻ ഈസ് ദ മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ഈസ് ലോസ്ലെസ്. ഒരു ലോസ്ലെസ് മീഡിയമാണ് നമ്മളിവിടെ എപ്പോഴും കൺസിഡർ ചെയ്യുക. ലോസ്ലെസ് മീഡിയത്തിൽ സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സർഫസ് ചാർജ് ഡെൻസിറ്റി ഈസ് 0. ആൻഡ് ദ ലാസ്റ്റ് കണ്ടീഷൻ ഈസ് ദർ ഇസ് നോ സോഴ്സ് പ്രസൻറ്റ്.
അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സോഴ്സ് ഫ്രീ വേവ് ഇക്വേഷൻ ആണ്. നമ്മളവിടെ സോഴ്സുകളൊന്നും കൺസിഡർ ചെയ്യില്ല, നമ്മൾ ഓൺലി ആ വേവ്സ് മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ജെയുടെ വാല്യൂവും റോ വിയുടെ വാല്യൂവും 0 ആയിരിക്കും. ജെ ഈസ് ദ കറണ്ട് ഡെൻസിറ്റി ആൻഡ് റോ വി ഈസ് ദ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഇത്രയും കണ്ടീഷൻസ് ആണ് നമ്മളൊരു വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. സോ ഇതിനെയാണ് നമ്മൾ സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.